എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1571 മുതൽ 1585 വരെ മുഗൾ രാജാവായിരുന്ന അക്ബറിൻ്റെ തലസ്ഥാനമായ പ്ലാൻഡ് സിറ്റിയായ ഫത്തേപൂർ സിക്രിയുടെ വിശേഷങ്ങളാണ്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അപ്പോൾ നമുക്ക് ഫത്തേപൂർ സിക്രിയിലത്തെ വിശേഷങ്ങൾ കാണാം. അക്ബറിൻ്റെ പാലസ്, അക്ബറിൻ്റെ 3 ഭാര്യമാരുടെ കൊട്ടാരങ്ങൾ, പിന്നെ ദിവാനി ഖാസ്, ദിവാനിയാം, പിന്നെ അക്ബറിൻ്റെ സൂഫി ഗുരുവായിരുന്ന സലിം ചിസ്തിയുടെ ദർഗ, ജമാ മസ്ജിദ്, ലോകത്തിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമായ ബുലന്ദ് ദർവാസ, ഇവയൊക്കെയാണ് ഇതിനുള്ളിൽ കാണാനുള്ളത്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഞങ്ങളുടെ വണ്ടി ഇവിടുത്തെ പാർക്കിംഗ് സ്പേസിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഗോൾഫ് കാർട്ടിലാണ് നമ്മൾ ഈ പാലസ് കോംപ്ലക്സിലേക്ക് പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് പാലസ് കോംപ്ലക്സിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ പാലസ് കോംപ്ലക്സിലേക്ക് എൻ്റർ ചെയ്തു. 2 സൈഡിലും നേരത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ആർമി ക്യാമ്പിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ സ്ഥലം സിക്രി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ അക്ബർ ഗുജറാത്തിൻ്റെ മുകളിൽ നേടിയ യുദ്ധവിജയത്തിന് ശേഷം സിറ്റി ഓഫ് വിക്ടറി എന്നുള്ള അർത്ഥത്തിൽ ഫത്തേപൂരും കൂടി ചേർത്ത് ഫത്തേപൂർ സിക്രി എന്നാണ് പിന്നീട് ഇതറിയപ്പെട്ടിരുന്നത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലത്തെ ആദ്യത്തെ പ്ലാൻഡ് സിറ്റിയാണ് ഈ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. ഈ 2 സൈഡിലും നമ്മൾ കാണുന്നത് അക്ബറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മാർക്കറ്റിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇവിടെയാണ് മാർക്കറ്റൊക്കെ അക്ബറിൻ്റെ രാജഭരണകാലത്ത് നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അകത്തോട്ട് പോകണം. ഇപ്പോൾ കാർട്ടിനുള്ള പൈസ മാത്രമേ നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിന് ഈ മോണുമെൻറ്റ് വിസിറ്റ് ചെയ്യാനുള്ളത് നമ്മളിവിടെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഓൺലൈനിലും ടിക്കറ്റ് എടുക്കാം. ആഗ്രയിലെയും ഫത്തേപൂർ സിക്രിയിലെ എല്ലാ മോണുമെൻറ്റ്സിൻ്റെയും ടിക്കറ്റ്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ടിക്കറ്റ് ചാർജൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. 50 രൂപയാണ് ഇന്ത്യൻസിനും സാർ കൺട്രീസിനുള്ളവർക്കും. ഫോറിനേഴ്സിന് 610 ആണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. ഇതാണ് ഫത്തേപൂർ സിക്രിയിലത്തെ എൻട്രി ടിക്കറ്റിൻ്റെ ചാർജ്. ഇനി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ അകത്ത് എൻട്രി ചെയ്യുന്നത് ദിവാൻ ഇ ആം എന്ന് പറഞ്ഞിട്ട് അക്ബറിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു സ്ട്രക്ചറിലേക്കാണ്. ഇവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം പ്രജകളെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഇവിടെ അദ്ദേഹം പ്രജകളുമായിട്ട് സംവദിക്കുകയും അവരുടെ പെറ്റീഷൻസ് കേൾക്കുകയും കുറ്റങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയാണ്. ഇതൊരു ഗ്രാൻഡ് ഓപ്പൺ എയർ പവലിയനാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം 111ഓളം തൂണുകളുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന സ്ട്രക്ചറിലാണ് രാജാവ് ഇരുന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആനയെ കെട്ടിയിരുന്നത്. അതുകൂടാണ്ട് ഇപ്പോൾ പെറ്റീഷൻസ് കേൾക്കുമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ജസ്റ്റിസും അതിൻ്റെ ന്യായവിധിയുമൊക്കെ ഇവിടെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഗാർഡൻ കാണുന്ന സ്ഥലമില്ലേ, ഇവിടെ കാർപ്പറ്റ് വിരിച്ചിട്ടാണ് ജനറൽ പബ്ലിക് ഇരുന്നിരുന്നത്. പിന്നെ ഈ വരാന്തയിലാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് രാജാവ് പ്രജകളുമായിട്ട് സംവദിച്ചുകൊണ്ടിരുന്നത്. ഈ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് തന്നെ ഒരു ഇന്ത്യൻ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഒരു എക്സെപ്ഷണൽ എക്സാമ്പിളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിവാൻ ഇ ആമിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ഫലകത്തിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇരുന്നാണ് രാജാവിൻ്റെ റോയൽ ആനിമൽസിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നതും ഈ ദിവാൻ ഇ ആമിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആനയെ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ 111 തൂണുകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 111 തൂണുകളുള്ള ഒരു പവലിയൻ ഓപ്പൺ എയർ സ്ട്രക്ചറാണ് ദിവാനിയാമിൻ്റെ. ഈ സെയിം സ്ട്രക്ചർ തന്നെ നമുക്ക് റെഡ് ഫോർട്ടിലും ആഗ്ര ഫോർട്ടിലും ഒക്കെ കാണാൻ സാധിക്കും, ദിവാനിയാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ആഗ്ര ഫോർട്ടിലായിരുന്നല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതാണ്. ഇനി നമ്മൾ ദിവാൻ ഇ ആം കഴിഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണാം, എന്തൊക്കെ ഇതിനകത്ത് കൊണ്ടുവരരുത് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യണം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് റെഡ് സാൻഡ്സ്റ്റോണിലാണ്. ആ റെഡ് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള ആർക്കിടെക്ചർ മാർവൽ നമുക്ക് ഈ ഫത്തേപൂർ സിക്രിൻ്റെ ഓരോ പോയിൻറ്റിലും കാണാൻ സാധിക്കും. ഇനി ദിവാനി ആം കഴിഞ്ഞിട്ട് നമ്മളിത് എൻട്രി ചെയ്യുന്നത് എവിടെയാണെന്ന് വിചാരിച്ചാൽ, എല്ലാ വർഷവും അക്ബറിൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം
തുലാഭാരം നടത്തുമായിരുന്നത്. ഈ ഇപ്പോൾ കണ്ട സ്ഥലത്താണ് തുലാഭാരം നടത്തിക്കൊണ്ടിരുന്നത്. രാജാവ് ഇവിടെ ഇരിക്കും, ആദ്യം ഇവിടെ പോയിട്ട് തുലാഭാരം നടത്തും. തുലാഭാരം നടത്തുന്നത് സ്വർണവും അതേപോലത്തെ വിശേഷ മൂല്യമുള്ള രത്നങ്ങൾ, വജ്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് തുലാഭാരം നടത്തുന്നത്. അതിനുശേഷം ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ തൂക്കത്തിനനുസരിച്ചിട്ടുള്ള സ്വർണവും ഇതേപോലെയുള്ള വജ്രങ്ങളും രത്നങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദിവാൻ ഇ ഖാസ്. നേരെ നമ്മൾ കണ്ടത് ദിവാൻ ഇ ആമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുറത്തു നിന്ന് നോക്കുമ്പോൾ 2 നില എന്ന് തോന്നിപ്പിക്കുമെങ്കിലും അകത്ത് ചെന്ന് നോക്കുമ്പോൾ 1 നില മാത്രമുള്ള ഈ കെട്ടിടമാണ് ദിവാൻ ഇ ഖാസ്. ഇവിടെയാണ് അദ്ദേഹം മന്ത്രിസഭ ചേർന്നിരുന്നത്. അക്ബറിൻ്റെ മന്ത്രിസഭയിൽ 9 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഈ കാണുന്നത് വാട്ടർ കൺസർവേഷൻ സിസ്റ്റമാണ്. ഈ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 14 വർഷത്തിന് ശേഷം അദ്ദേഹം മനസ്സോടെ ഈ സ്ഥലം ഉപേക്ഷിച്ചിട്ട് പിന്നീട് ലാഹോറിലേക്ക് പോയത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ദിവാനി ഖാസിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ 9 മന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അക്ബറിൻ്റെ മന്ത്രിസഭ 9 ജ്വൽസ് അല്ലെങ്കിൽ നവരത്ന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ദിവാനി ഖാസിൻ്റെ അകത്താണ് അദ്ദേഹം മന്ത്രിസഭ ചേർന്നത്. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമില്ലേ, അവിടെയാണ് രാജാവ് ഇരുന്നിരുന്നത്. അതിൻ്റെ സൈഡിലേക്കുള്ള 9 സ്ട്രക്ചേഴ്സ് കണ്ടില്ലേ, ആ 9 സ്ട്രക്ചേഴ്സിൻ്റെയും അറ്റത്താണ് മന്ത്രിമാരിരുന്നത്. പ്രശസ്ത ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യനായ താൻസനൊക്കെ അക്ബറിൻ്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഈ ആർക്കിടെക്ചർ മാർവലാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. നോക്കൂ, ഇത് ഈ തൂണിൻ്റെ മുകളിലാണ് രാജാവിൻ്റെ സിംഹാസനം ഇരുന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അക്ബർ ഒരു മതത്തിലും വിശ്വസിച്ചിരുന്നില്ല. അക്ബർ എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കണ്ട ഒരാളായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ദിൻ ഇലാഹി എന്നുള്ള മതം രൂപീകരിച്ചത് തന്നെ, എല്ലാ മതങ്ങളുടെയും സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട്. അപ്പോൾ ഈ രാജാവിൻ്റെ സിംഹാസനം സ്ഥിതി ചെയ്തിരുന്ന ഈ തൂൺ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ മതങ്ങളോടുള്ള സമീപനം. ആ തൂണിലാണെങ്കിൽ എല്ലാ മതങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ആർക്കിടെക്ചർ അതിൻ്റെ മുകളിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്നത് ജൈനിസവുമായി ബന്ധപ്പെട്ട ആർക്കിടെക്ചറാണ്. അതിൻ്റെ താഴേക്ക് ഹിന്ദുയിസം, മുസ്ലിം, ഇസ്ലാമിക് ആർക്കിടെക്ചറൽ ശൈലി, അതേപോലെ ക്രിസ്ത്യൻ ആർക്കിടെക്ചറൽ ശൈലി, അങ്ങനെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ഇപ്പോൾ ഈ കാണുന്നത് പേർഷ്യൻ ആർക്കിടെക്ചറാണ്. ഏറ്റവും മുകളിലുള്ളത് ജൈനിസത്തിൻ്റെ ആർക്കിടെക്ചറൽ ശൈലിയാണ്. അതിനുശേഷം വരുന്നത് പേർഷ്യനാണ്. അതിനുശേഷം വരുന്നത് ഇസ്ലാമിക്കാണ്. പിന്നീട് ഏറ്റവും അതിന് തൊട്ട് താഴെയായിട്ട് ക്രിസ്ത്യൻ ശൈലി, ഏറ്റവും താഴെയായിട്ട് ഹിന്ദു ശൈലി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സിംഹാസനം പോലും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദിവാനി ഖാസിന് കാവൽക്കാരായിട്ട് അദ്ദേഹം വെച്ചിരുന്നത് കണ്ണ് കാണുകയും ചെവി കേൾക്കുകയൊക്കെ ചെയ്യാത്ത ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തു പോവില്ല, രഹസ്യങ്ങളൊന്നും, മന്ത്രിസഭാ രഹസ്യങ്ങളൊന്നും തന്നെ പുറത്തു പോവില്ല. അതൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് അക്ബർ മന്ത്രിസഭ ചേർന്നിരുന്നത്. നേരത്തെയൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി മന്ത്രിമാരും അക്ബറും ഒക്കെ ഇരുന്ന സ്ഥലത്തൊക്കെ പോകാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്, കാരണം ടൂറിസ്റ്റുകളുടെ ബാഹുല്യം കാരണം. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വാട്ടർ ടാങ്കൊക്കെ കാണാൻ സാധിക്കും. അത് പറഞ്ഞല്ലോ ഓൾറെഡി വാട്ടർ സ്കാസിറ്റി ഉള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ 12 വാട്ടർ ടാങ്കുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളം സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നും താഴോട്ട് നോക്കിയാൽ നമുക്ക് സിക്രി നഗരം മുഴുവനായിട്ട് കാണാം. സിക്രിയിൽ നിന്ന് വെറും 16 കിലോമീറ്റർ മാത്രം അകലെയാണ് രാജസ്ഥാൻ ബോർഡർ വരുന്നത്. അപ്പോൾ അക്ബറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യയായിരുന്ന ജോധാബായി രാജസ്ഥാൻ എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ദിവാനി ഖാസ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് അക്ബറിൻ്റെ ഖജനാവിലേക്കാണ്. ഇവിടെയാണ് അക്ബറിൻ്റെ ഭരണകാലത്ത് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും അതേപോലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫത്തേപൂർ സിക്രിയിലെ എല്ലാ ബിൽഡിങ്ങും റെഡ് സാൻഡ് സ്റ്റോൺ ആർക്കിടെക്ചറാണ്. അതേപോലെ തന്നെയാണ് ഈ ഖജാനയും വരുന്നത്, അതായത് ഖജനാവും. ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് പോലത്തെ 24 ബോക്സസ് ഉണ്ടായിരുന്നു. 24 ബോക്സുകളിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള
റെഡ് സാൻഡ് സ്റ്റോണും കൊണ്ടുള്ള ആർക്കിടെക്ചറാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊക്കെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെഷീനിൻ്റെ സഹായമില്ലാതെ വെറും മനുഷ്യാധ്വാനത്തിൽ മാത്രം ഉണ്ടാക്കിയതാണെന്നുള്ളത് നമുക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ അത്രയും അവിശ്വസനീയമായ കാര്യമായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ബോക്സസ്. അപ്പം നേരത്തെ ഇതിന് കവറൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഇത്രയും വർഷങ്ങളുടെ പഴക്കം മൂലം കുറച്ച് ഭാഗങ്ങളൊക്കെ ഡീക്കേ ഒക്കെ ആയിട്ടുണ്ട്. എന്നാലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന നിലയ്ക്ക് നന്നായിട്ട് തന്നെ സംരക്ഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കെട്ടിടത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചുമരിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലുള്ള സ്ലാൻഡിങ് സ്റ്റോൺ ബീംസ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഭംഗി കൂട്ടുന്നത്. അതേപോലെ ഇതിൻ്റെ ആർക്കിടെക്ചർ ആക്ച്വലി അഡാപ്റ്റ് ചെയ്തത് വെസ്റ്റേൺ ഇന്ത്യയിലത്തെ ജെയിൻ ടെമ്പിൾസ് ആണെന്നും പറയുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഖജാന കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതേപോലെ നല്ല ഭംഗിയിൽ തുമ്പിക്കൈയും അതേപോലെ സർപ്പത്തിൻ്റെ സ്ട്രക്ചറൊക്കെയുള്ള ഒരു സഭ നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ജ്യോതിഷി ഇവിടെ ഇരുന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ നടത്തിയിരുന്നത്. സാധാരണയായിട്ട് മുസ്ലിംസ് ആസ്ട്രോളജിയിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ മാതിരി അക്ബർ എല്ലാ മതങ്ങളെയും ഒരേപോലെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആസ്ട്രോളജിയിൽ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ നേരെ കാണുന്ന സ്ട്രക്ചറിൽ അവിടെയാണ് അക്ബർ ഉറങ്ങിയിരുന്നത്. അവിടെയാണ് അക്ബറിൻ്റെ ബെഡ്റൂം. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാം മുമ്പോട്ട് പോകുമ്പോൾ. അപ്പോൾ അവിടെ അദ്ദേഹം രാത്രിയിൽ കാണുന്ന സ്വപ്നങ്ങളൊക്കെ പിറ്റേ ദിവസം അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഈ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനമൊക്കെ ജ്യോതിഷി നടത്തിയിരുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നേ. ഇപ്പോൾ ഇതിൻ്റെ കാണുന്ന ഈ ആർക്കിടെക്ചർ കണ്ടില്ലേ, ട്രങ്കിൻ്റെ ഷേപ്പിലും അതേപോലെ സർപ്പത്തിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളത്, ഇതൊക്കെ ജൈനിസത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ജെയിൻ കൾച്ചറൽ രീതിയിലാണ് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അക്ബർ ഒരു നിരക്ഷരനായിരുന്നു. അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം മറ്റുള്ളവരുടെ വിദ്യാഭ്യാസത്തിന് നല്ല പ്രാധാന്യം കൊടുത്തിരുന്നു. ഇപ്പം നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരുടെയും ജോലിക്കാരുടെയൊക്കെ മക്കൾക്ക്, അതായത് പെൺമക്കൾക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്കൂളാണ്. അബ്ദാർ ഖാന എന്നാണ് ഈ ഗേൾസ് സ്കൂൾ അറിയപ്പെട്ടിരുന്നത്. ഇതാണ് സ്കൂള്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ലൈബ്രറി ആയിരുന്നു. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഈ അബ്ദാർ ഖാന. ഈ അബ്ദാർ ഖാനയുടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്ന ബിൽഡിങ്ങാണ് പഞ്ച് മഹൽ. പഞ്ച് എന്ന് പറഞ്ഞാൽ 5, മഹൽ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ്, അതായത് 5 നിലയുള്ള ഒരു ബിൽഡിങ്ങാണ് ഈ പഞ്ച് മഹൽ എന്ന് പറയുന്നത്. അക്ബർ തൻ്റെ ഭാര്യമാരുമായിട്ട് സമയം ചിലവഴിച്ചിരുന്ന ഇവിടെയായിരുന്നു. ഇപ്പോൾ ഈ പഞ്ച് മഹലിന് ഹവാ മഹൽ എന്നുള്ള ഒരു പേര് കൂടിയുണ്ട്. കാരണം ഇന്ന് മുകളിലിരിക്കുമ്പോൾ ക്രോസ് വെൻറ്റിലേഷൻ കിട്ടുമായിരുന്നു നല്ലോണം. അതുകൊണ്ടാണ് ഹവാ മഹൽ എന്നുള്ള പേര്. അതുകൂടാണ്ട് തന്നെ 3 ഭാര്യമാരായിരുന്നില്ലേ, 3 വ്യത്യസ്ത മതത്തിൽപ്പെട്ട ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. അപ്പോൾ ഇവരുടെ ആചാരപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും പഞ്ചമഹൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഹിന്ദു ഭാര്യയായ ജ്യോതാബായ് സൂര്യ നമസ്കാരത്തിന് വേണ്ടിയിട്ട് പഞ്ചമഹലിൻ്റെ മുകളിലാണ് സൂര്യ നമസ്കാരം ചെയ്തിരുന്നത്. അതുപോലെ മുസ്ലിം വൈഫ് ഈദിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുന്നത് പഞ്ച്മഹലിൽ വെച്ചിട്ടായിരുന്നു. അതേപോലെ ഗുഡ് ഫ്രൈഡേയിൽ ക്രിസ്ത്യൻ വൈഫ് പ്രാർത്ഥിക്കുന്നതും പഞ്ച്മഹലിൽ വെച്ചിട്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് പഞ്ച്മഹൽ നിർമ്മിച്ചത്. ഇതിന് താഴെ 84 തൂണുകളുണ്ട്. ഏറ്റവും താഴത്തെ നില, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ. മുകളിലോട്ട് പോകും തോറും തൂണുകളുടെ എണ്ണം കുറഞ്ഞു വരും. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഈ പഞ്ച്മഹലിനുള്ളത്. അതേപോലെ തന്നെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് ഇതിൻ്റെ ജനലിൽ കൂടെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെയുള്ള അവസരവും ഈ പഞ്ച്മഹലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് പച്ചീസി കോട്ട് എന്നറിയപ്പെടുന്ന അക്ബർ പകിട കളിച്ചിരുന്ന സ്ഥലത്തേക്കാണ്. ഇതെന്ന് പറയുന്ന ഒരു ഓപ്പൺ കോർട്ട്യാർഡ് ഫ്ലോറിലുള്ള വലിയ വൈറ്റ് ആൻഡ് റെഡ് സ്റ്റോണിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ക്രോച്ച് ഷേപ്ഡ് ബോർഡാണ്. ഇതിന് നടുക്കായിട്ട് രാജാവിന് ഇരിക്കാൻ വേണ്ടി 4 കരിങ്കൽ തൂണുകളിലായിട്ടുള്ള ഒരു സിംഹാസനം ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്നിട്ടാണ് രാജാവ് ഈ കളി നിയന്ത്രിച്ചിരുന്നത്. രാജാവിൻ്റെ പകിട കളിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ലിവിങ് പീസസിന് വേണ്ടിയായിരുന്നു, കളിക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ വ്യത്യസ്ത നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ കൊണ്ട് ഡ്രസ്സ് ചെയ്ത് അലങ്കരിച്ച് നിർത്തിയിരുന്ന സ്ത്രീകളെയായിരുന്നു അദ്ദേഹം പകിട കളിക്കുള്ള കോയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ കാണുന്നതാണ് രാജാവ് കളി നിയന്ത്രിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്ന സിംഹാസനം. ഇവിടെ ഇരുന്നാണ് അദ്ദേഹം കളി നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ ദിവാനിയാം കണ്ടില്ലേ, പ്രജകളുമായിട്ട് സംവദിച്ചിരുന്ന സ്ഥലം. അവിടത്തേക്ക് രാജാവ് പോയിരുന്നത് ഇപ്പോൾ ഈ കാണുന്ന വഴി കൂടെയായിരുന്നു. ഈ കാണുന്നത് മുഗൾ ഗാർഡൻ ആണ്. എല്ലാ മുഗൾ ആർക്കിടെക്ചർ ശൈലിയുടെ ഭാഗമായിട്ട് മുഗൾ ഗാർഡൻ ഉണ്ടാവും നമുക്കറിയാമല്ലോ. പക്ഷേ ഇവിടത്തെ അത്രയും നമ്മൾ കാശ്മീരിലൊന്നും കാണുന്ന പോലെ അത്രയും വലുതല്ല, കുറച്ച് ചെറുതാണ്. പക്ഷേ എന്നാലും എല്ലാ മുഗൾ ഗാർഡൻ്റെയും സ്ട്രക്ചറുമായിട്ട് സാമ്യതയുള്ള വിധത്തിൽ തന്നെയാണ് ഇവിടെയും മുഗൾ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. സമയത്ത് ചിലപ്പോൾ കുറച്ച് നല്ലോണം ഫ്ലറിഷ് ചെയ്തിട്ടൊക്കെ നിന്നുണ്ടാവണം. ഇതിപ്പോൾ സമ്മറുമാണ്, അതുകൊണ്ടായിരിക്കും അത്രയും കൂടുതലില്ലാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് അക്ബറിൻ്റെ ആദ്യത്തെ ഭാര്യയായിരുന്ന റുഖയ്യ സുൽത്താൻ ബീഗത്തിൻ്റെ കൊട്ടാരമാണ്. അപ്പോൾ 14 വയസ്സുള്ളപ്പോഴാണ് അതായത് അക്ബറിനും റുഖയ്യ ബീഗത്തിനും 14 വയസ്സുള്ളപ്പോഴാണ് ഇവർ രണ്ടുപേരുടെയും മാരേജ് നടന്നത്. അക്ബറിൻ്റെ ഫസ്റ്റ് കസിനായിരുന്നു റുഖയ്യ സുൽത്താൻ ബീഗം എന്ന് പറയുന്നത്. പക്ഷേ ഈ റിലേഷനിൽ അക്ബറിന് കുട്ടികളൊന്നുമില്ല. ഇപ്പം അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കൊട്ടാരത്തിൻ്റെ. ഇതെന്ന് പറയുന്ന ഒരു സെൻട്രൽ പവലിയനാണ്. ബാക്കിയെല്ലാം പോലെ തന്നെ റെഡ് സാൻഡ്സ്റ്റോണും കൊണ്ടുണ്ടാക്കി. അതേപോലെ ഇൻട്രിക്കേറ്റ് വർക്ക്സൊക്കെയുള്ള നിറയെ പില്ലേഴ്സും വരാന്താസൊക്കെയുള്ള ഒരു കുഞ്ഞു പാലസാണ് ഈ റുഖയ്യ ബീഗത്തിൻ്റെ പാലസ് എന്ന് പറയുന്നത്. നമുക്ക് നിറയെ ആർക്കിടെക്ചറൽ വർക്കൊക്കെയുള്ള ഫ്ലോറൽ ഡിസൈൻസൊക്കെയുള്ള ഒരു പാലസ് വേണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അക്ബർ അതിനനുസരിച്ച് പാലസ് ഉണ്ടാക്കിയതാണ്. അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിറയെ സ്വർണം കൊണ്ടും അതേപോലെ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച ഒരു കുഞ്ഞു മുറി വേണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. മുറിക്ക് വലിപ്പം വേണ്ട, പക്ഷേ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ മുറിയിൽ നിറയെ ഫ്ലോറൽ ലീഫി ആർക്കിടെക്ചറൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അക്ബറിൻ്റെ ഭരണകാലത്ത് ഈ മുറി മുഴുവനായിട്ടും സ്വർണം കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ നോർമൽ വിളക്ക് കത്തിക്കുമ്പോൾ ഇത് ഈ കെട്ടിടം മുഴുവനായിട്ടും തിളങ്ങുമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഈ ഫത്തേപൂർ സിക്രി പിടിച്ചടക്കിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ആസ് യൂഷ്വൽ അവരെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എല്ലാം എടുത്തുകൊണ്ട് പോയി. ഈ റുഖയ്യ ബീഗത്തിൻ്റെ പാലസിൻ്റെ തൊട്ടു മുമ്പിലായിട്ട് തന്നെ നമുക്ക് അനൂപ് തലാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിഫിഷ്യൽ കുളം കാണാം. 1576 പൂർത്തിയായ ഈ കുളം എന്ന് പറയുന്നത് ഒരു ഓർണമെൻ്റൽ റെഡ് സാൻഡ്സ്റ്റോൺ വാട്ടർ ബേസിനാണ്. അനൂപ് തലാവ് എന്നുള്ളതിൻ്റെ അർത്ഥം യുണീക്ക് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ പോണ്ട് എന്നാണ്, പിയർലെസ് പൂൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആക്ച്വൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു സ്ക്വയർ ഷേപ്പ് സിമെട്രിക്കൽ സ്ട്രക്ചറാണ്. ഇതിൻ്റെ നടുക്കൊരു റോയൽ ചേംബർ ഉണ്ട്, അതായത് അവിടെയാണ് രാജാവ് ഇരിക്കുന്നത്. ഇതിൻ്റെ നടുക്കുള്ള ഈ റോയൽ ചേംബറിനെ കണക്ട് ചെയ്തിട്ട് 4 ബ്രിഡ്ജസ് ഉണ്ട്. അതിൻ്റെ മുമ്പിലായിട്ടുള്ള പവലിയനിലിരുന്നിട്ടാണ് രാജാവ് ഈ അനൂപ് തലാവിൽ നടക്കുന്ന മ്യൂസിക്കൽ പെർഫോമൻസസ് വീക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും കൊട്ടാരത്തിലെ ആസ്ഥാന മ്യൂസിഷ്യനായിരുന്ന താൻസൻ്റെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കൽ കൺസേർട്സാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ താൻസൻ മധ്യപ്രദേശിലെ റിവ നാട്ടുരാജ്യത്തിലെ രാമചന്ദ്ര സിംഗ് എന്നുള്ള രാജാവിൻ്റെ കൊട്ടാരത്തിലെ മ്യൂസിഷ്യനായിരുന്നു. അപ്പോൾ ഈ താൻസൻ്റെ പ്രശസ്തി ലോകമെമ്പാടും പടർന്നപ്പോൾ അക്ബർ അദ്ദേഹത്തെ സ്വന്തം കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത്. ആദ്യം താൻസൻ ഈ ക്ഷണം നിരസിച്ചുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ 60ാമത്തെ വയസ്സിൽ താൻസൻ അക്ബറിൻ്റെ രാജധാനിയിലേക്ക് വരികയും അവിടെ താൻസൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ സ്വീകരണം അക്ബറിൻ്റെ അടുത്തുനിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഈ അനൂപ് തലാവിൽ ഇരുന്നിട്ടാണ് താൻസൻ പ്രശസ്തമായ മേഘമൽഹാർ രാഗം ആലപിച്ച് മഴ പെയ്ച്ചതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അക്ബറിൻ്റെ കാലത്തെ ഒരു കൾച്ചറൽ സെൻറ്ററായിരുന്നു ഈ അനൂപ് തലാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ആക്സസ് ഇല്ല, പബ്ലിക്കിന് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന പവലിയനില്ലേ, അവിടെ ഇരുന്നിട്ടാണ് കൊട്ടാരത്തിലെ സ്ത്രീകൾ താൻസൻ്റെ പെർഫോമൻസസ് വീക്ഷിച്ചുകൊണ്ടിരുന്നത്. അനൂപ് തലാവൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും ഈ തുർക്കിഷ് സുൽത്താൻ ഹൗസിലേക്ക്, അതായത് അക്ബറിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ പാലസിൻ്റെ വരാന്തയിലേക്ക് കയറിയിട്ട് നമ്മൾ വരാന്ത വഴി പുറത്തേക്ക് നടക്കണം. കണ്ടല്ലോ, ഇവിടെ നിന്ന് നേരെ മുമ്പിലാണ് ഈ അനൂപ് തലാവ് ഇരിക്കുന്നത്. ഈ വരാന്തയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, രാജ്ഞിക്ക് വലിയ വരാന്തകളൊക്കെയുള്ള പാലസ് വേണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. അതിനനുസരിച്ച് അക്ബർ നിർമ്മിച്ചതാണ്. നമ്മൾ നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കാണാം. ഇത് റാണിയുടെ ബാത്റൂമായിരുന്നു, അതായത് അക്ബറിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുമ്പോഴാണ് അനൂപ് തലാവിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അക്ബറിൻ്റെ ബെഡ്റൂം വരുന്നത്. ഖ്വാബ് ഗാഹ് എന്നാണ് അക്ബറിൻ്റെ ബെഡ്റൂം ചേംബറിൻ്റെ പേര്. അപ്പോൾ ഈ ബെഡ്റൂം ചേംബറിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഇതേപോലെ ഒരു വാട്ടർ ടാങ്ക് കാണാം. ഇതിനകത്ത് മഹാരാജാവ് അക്ബർ ഭരിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗംഗാജലം നിറച്ച് വെക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ വാട്ടർ ടാങ്കൊക്കെ കണ്ടിട്ട് അകത്തേക്ക് മുമ്പോട്ട് നടക്കുമ്പോഴാണ് അക്ബറിൻ്റെ പ്രൈവറ്റ് ചേംബറിലേക്ക് നമ്മൾ എത്തുന്നത്. ഖ്വാബ് ഗാഹ് എന്നുള്ള പേർഷ്യൻ അല്ലെങ്കിൽ ഉറുദു ഭാഷയുടെ മീനിങ് ഹൗസ് ഓഫ് ഡ്രീംസ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കാണുന്ന സ്വപ്നങ്ങളാണ് നമ്മൾ നേരത്തെ ഖജാനയുടെ മുമ്പിൽ കണ്ട സ്ഥലത്ത് ഇരുന്നിട്ട് ആസ്ട്രോളജർ ഇൻ്റർപ്രറ്റ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അക്ബറിൻ്റെ ഡൈനിങ് ഹാളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അദ്ദേഹം ഒരു മുഗൾ രാജാവായിരുന്നു, മുസ്ലിം വംശജനായിരുന്നു. അപ്പോൾ മുസ്ലിം കൾച്ചർ അനുസരിച്ച് ഇവർ
തറയിലിരുന്നിട്ടല്ലേ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഡൈനിങ് ടേബിളോ ചെയറോ ഒന്നുമില്ല. പേർഷ്യൻ കാർപ്പറ്റ് വിരിച്ച് അതിലിരുന്നിട്ടായിരുന്നു രാജാവ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അക്ബറിന് 3 ഭാര്യമാരായിരുന്നു. ഒരു മുസ്ലിം വൈഫ്, ഒരു ക്രിസ്ത്യൻ വൈഫ്, ഒരു ഹിന്ദു വൈഫ്. അപ്പോൾ ഈ ഹിന്ദു വൈഫായിരുന്ന ജോധാബായി പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. ബാക്കി 2 പേരും നോൺ വെജും കഴിക്കുമായിരുന്നു. അപ്പോൾ ഈ ഹിന്ദു വൈഫായ ജോധാബായിക്ക് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം, അതായത് എല്ലാ ചൊവ്വാഴ്ചകളിലും അക്ബർ പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതും ജോധാബായിയുടെ സ്പെഷ്യൽ ഡൈനിങ് ഹാളിലിരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഡൈനിങ് ഹാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രവേശിക്കുന്നതാണ് അക്ബറിൻ്റെ ആക്ച്വൽ ബെഡ്റൂം. ഇവിടെ നിങ്ങൾക്ക് 6 അടിയിൽ അധികം ഉയരത്തിൽ 4 തൂണുകളിലായിട്ട് നിൽക്കുന്ന ഒരു ബെഡ് കാണാം. അതാണ് അക്ബറിൻ്റെ ബെഡ്. ഇതാണ് ആക്ച്വൽ കിങ് സൈസ് ബെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കോട്ടയ്ക്കകത്ത്, അതായത് പാലസിനകത്തായിരുന്നെങ്കിൽ പോലും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഉയരത്തിൽ അദ്ദേഹം ബെഡ് നിർമ്മിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബെഡിന് മുകളിൽ കയറുന്നതിന് വേണ്ടിയിട്ട് ചന്ദനത്തിൽ നിർമ്മിച്ച ഏണിയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ അദ്ദേഹം ഈ ബെഡ്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബെഡിൻ്റെ പില്ലേഴ്സിൻ്റെ പകുതി വരെയും റോസ് വാട്ടർ നിറയ്ക്കുമായിരുന്നു. അതായത് റൂം ഫ്രഷ്നറിന് പകരമായിട്ട്, നമ്മുടെ ഇന്നത്തെ കാലത്തെ റൂം ഫ്രഷ്നറിന് പകരമായിട്ട് ബെഡിൻ്റെ പകുതി വരെയും റൂം ഫ്രഷ്നർ നിറയ്ക്കുമായിരുന്നു. ഈ അക്ബറിൻ്റെ പ്രൈവറ്റ് ബെഡ് ചേംബർ, അതായത് ഖ്വാബ് ഗാഹ് എന്നുള്ളത് ഡയറക്റ്റായിട്ട് പഞ്ച്മഹലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെയാണ് കൊട്ടാരത്തിലെ കുതിരകളെയൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. കുതിരയുടെ സ്റ്റേബിളൊക്കെ ഇവിടെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് പഞ്ച്മഹലിനെയാണ്. നേരത്തെ പറഞ്ഞില്ലേ, 5 നിലകളിലുള്ള ഹവാമഹൽ എന്നറിയപ്പെടുന്ന കെട്ടിടം. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ട സ്റ്റെപ്സ് വഴി നമുക്ക് പഞ്ച്മഹലിൻ്റെ മുകളിലേക്ക് കയറി പോകാം. അതിപ്പോൾ ടൂറിസ്റ്റിന് ആക്സസ് ഇല്ല. അപ്പോൾ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ എണ്ണമൊക്കെ കൂടി, അത് കാരണം ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ആക്സസ്സൊക്കെ ആസ്ട്രോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടച്ചിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണാം പഞ്ച്മഹൽ കാണാം, അതേപോലെ ഗേൾസ് സ്കൂള് കാണാം. ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് അനൂപ് തലാവും കാണാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പോകേണ്ടത് ജോധാബായിൻ്റെ പാലസിലേക്കാണ്. ജോധാബായിൻ്റെ പാലസ് കാണുന്നതിന് മുമ്പ് അതൊരു സെപ്പറേറ്റ് കോംപ്ലക്സ് ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനകത്തൊക്കെ ഒന്ന് ചുറ്റി നടന്നുകൊണ്ട് നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്ത വിധത്തിലുള്ള ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ് ഈ ഫത്തേപൂർ സിക്രിയിലുള്ളത്. ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് അക്ബറിൻ്റെ 2ാമത്തെ പരേഡ്, അതായത് ക്രിസ്ത്യൻ വൈഫിൻ്റെ പാലസ് ഉണ്ട്. നമുക്കതും കൂടി കണ്ടിട്ട് ഇനി ജോധാബായിയുടെ പാലസ് കാണാൻ വേണ്ടി പോവാം. അങ്ങനെ ഇപ്പം നമ്മൾ ഇനി പോകുന്നത് അക്ബറിൻ്റെ 2ാമത്തെ വൈഫിൻ്റെ പാലസ് കാണാനാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ നേരത്തെ 1ാമത്തെ വൈഫിന് പറഞ്ഞ മാതിരി അധികം ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത, പക്ഷേ കുറച്ച് വലിപ്പമുള്ള, നല്ലോണം വെൻറ്റിലേഷനൊക്കെയുള്ള റൂംസൊക്കെയുള്ള പാലസ് വേണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അവർക്ക് വേണ്ടി അക്ബർ ഉണ്ടാക്കിയ പാലസാണിത്. പക്ഷെ ഇതിലും റെഡ് സാൻഡ് സ്റ്റോൺ ആർക്കിടെക്ചറിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ വേറെ അധികം ഈ ഗോൾഡോ അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാലസും കൂടി കണ്ടിട്ട് ഇനി ജോധാബായിക്ക് വേണ്ടിയിട്ട്, അതായത് അക്ബറിൻ്റെ 3rd വൈഫിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാലസ് കോംപ്ലക്സ് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു സെപ്പറേറ്റ് കിച്ചണൊക്കെ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.